യുഷ്മത് സംവില്ലവശുദ്ധ ഏവം വക്തുമിഹ സ്ഥിതഃ അഹം നരോ ന ഗന്ധർവോ നാമരോ ന ച രാക്ഷസഃ. താൻ ആരാണ് എന്നാണ് വസിഷ്ഠ മഹർഷി ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നത്. അങ്ങേ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം, ഞങ്ങളുടെ കുലഗുരു എന്നുള്ളത് വെറും വേഷമാണ്. നിങ്ങൾക്ക് വസിഷ്ഠ മഹർഷി അറിയില്ല മക്കളെ. ഈ വസിഷ്ഠൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. താൻ ആരാണ് എന്ന പരമസത്യത്തെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. യുഷ്മത് സംവില്ലവശുദ്ധഃ ഏവം വക്തുമിഹ സ്ഥിതഃ. ഇതുവരെ പറയാത്ത, ആരും ഒരിക്കലും പറയാൻ സാധ്യതയില്ലാത്ത വാക്കുകളാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. ശങ്കരാചാര്യരെ പോലെയുള്ള ജ്ഞാനികൾ സമാനമായ അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വെട്ടിത്തുറന്ന് ലേശം പോലും സംശയത്തിന് ഇടം നൽകാതെ വസിഷ്ഠ മഹർഷി തൻ്റെ സ്വരൂപം വെളിപ്പെടുത്തുന്നു. താൻ ആരാണ്? യുഷ്മത് സംവില്ലവശുദ്ധഃ ഏവം വക്തുമിഹ സ്ഥിതഃ. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ആത്മതത്വത്തെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ഈ വസിഷ്ഠൻ വാസ്തവത്തിൽ നിങ്ങളുടെ തന്നെ അന്തരാത്മാവിൻ്റെ ഒരു ചെറു കണികയാണെന്ന്. നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ആത്മതത്വത്തിൻ്റെ ഒരു ലവം, ഒരു ചെറിയ അംശം. ശരീരങ്ങളിൽ കഴിയുന്നതൊക്കെ ആത്മാവിൻ്റെ ചെറിയ ചെറിയ കണികകളാണ്. ഈ ആത്മതത്വം വളരെ വലുതാണ്, അനന്തമായ തത്വമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അംശമാണ് ശ്രോതാക്കളുടെ ഉള്ളിലും വക്താവായ എൻ്റെ ഉള്ളിലും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താ? അഹം ബ്രഹ്മാസ്മി എന്ന് പറയാതെ പറയുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ളത് ആത്മാവാണ്, കേട്ടുകൊണ്ടിരിക്കുന്നത് ആത്മാവാണ്, പറയുന്നവനും ആത്മാവാണ്, പറയപ്പെടുന്നതും ആത്മാവിനെ കുറിച്ചാണ്. ഈ സത്യം ഞങ്ങളെപ്പോലെയുള്ളവർ തിരിച്ചറിയുന്നു. ശ്രോതാക്കൾ ഒരുപക്ഷെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ബോധത്തിൻ്റെ ഒരു ലവം, ഒരു കണിക, അത് അത്യന്തം പവിത്രമാണ്, ശുദ്ധമാണ്. അതിനെ ഒരു കളങ്കവും ബാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ബോധത്തിൻ്റെ ഒരു കണികയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ബോധത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. കേൾക്കുന്ന നിങ്ങളും ബോധാംശങ്ങൾ തന്നെ. അഹം നരഃ ന ഗന്ധർവഃ ന അമരഃ ന ച രാക്ഷസഃ. ഞാൻ മനുഷ്യനല്ല. വസിഷ്ഠ മഹർഷി ഒരു മനുഷ്യനാണ്, അതിലുപരി ഒരു മഹർഷിയാണ്, അല്ലെങ്കിൽ തത്വജ്ഞാനിയാണ്. അങ്ങനെ നിങ്ങൾ നോക്കരുത്. വസിഷ്ഠനെ ബ്രഹ്മമായി കാണൂ. കാണുന്ന എല്ലാറ്റിനെയും ബ്രഹ്മമായി കാണൂ. വസിഷ്ഠൻ ഒരു വ്യക്തിയാണ് എന്ന് ഒരിക്കലും സ്വപ്നേപി വിചാരിക്കരുത്. ഞാൻ മനുഷ്യനല്ല. ന ഗന്ധർവഃ. ഇനി സ്വർഗലോകത്ത് നിന്ന് ഇറങ്ങി വന്ന ഗന്ധർവനാണോ ഈ വസിഷ്ഠൻ? അല്ല. ന അമരഃ. ദേവനുമല്ല. ന ച രാക്ഷസഃ. ഇനി രാക്ഷസനാണോ? രാക്ഷസനുമല്ല. ഞാൻ ശുദ്ധ ബോധമാണ്. ബോധമാണ് നിങ്ങളുടെ രൂപത്തിലിരിക്കുന്ന ബോധത്തിന് ബോധതത്വത്തെ ഉപദേശിക്കുന്നത്. ഇപ്പം ആകെപ്പാടെ ഒന്നേ ഉള്ളൂ. കേൾക്കുന്നവനും പറയുന്നവനും പറയപ്പെടുന്ന വിഷയവും ഒന്ന്. അദ്വൈതം. അഥവാ ഭവതാം ആത്മൈവാഹം. വസിഷ്ഠൻ ഒരു ജ്ഞാനിയാണ്, അല്ലെങ്കിൽ സൂര്യവംശത്തിൻ്റെ കുലഗുരുവാണ്, അല്ലെങ്കിൽ മഹർഷിയാണ്. അങ്ങനെ നിങ്ങൾക്ക് കരുതാം, തെറ്റൊന്നുമില്ല. പക്ഷേ ഭവതാം ആത്മൈവാഹം, നിങ്ങളുടെ അന്തരാത്മാവ് തന്നെയാണ് ഈ വസിഷ്ഠൻ. അകത്തു നിന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് പുറത്തു വന്ന് മറ്റൊരു വ്യക്തി എന്ന പോലെ നിങ്ങൾക്ക് ആത്മതത്വം ഉപദേശിക്കുന്നു. ഈ ആത്മതത്വം നമ്മുടെ തന്നെ ഉള്ളിലുള്ളതാണ്. അതിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആത്മജ്ഞാനം അനായാസം ലഭിക്കും. പക്ഷേ ശ്രദ്ധ ഉള്ളിലേക്ക് തിരിയുന്നില്ല, ശ്രദ്ധ പുറത്താണ്. ശ്രദ്ധ പുറത്തായതുകൊണ്ട് നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ആത്മാവ്, അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഞാൻ വസിഷ്ഠ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ
മറ്റൊരു വ്യക്തി എന്ന പോലെ പ്രകടമായിരിക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ബഹിർമുഖമായ നിങ്ങളുടെ ശ്രദ്ധയെ അന്തർമുഖമാക്കി തീർക്കുന്നു. ലുക്ക് ഇൻസൈഡ്, ഉള്ളിലേക്ക് തിരിയൂ. നിങ്ങൾ വന്ന വഴിയെ തന്നെ തിരിച്ചു പോകൂ. അപ്പോൾ നിങ്ങളുടെ സ്വദേശത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാം. രമണ മഹർഷി ഒരു ബാലികയോട് അങ്ങനെയാണ് പറഞ്ഞത്. അതായത് രമണ മഹർഷി ഇങ്ങനെ ആ തിരുവണ്ണാമലയുടെ ആ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിപ്പോവും. ഒരിക്കൽ അദ്ദേഹം മുകളിലേക്ക് കയറിപ്പോയപ്പോൾ ഒരു 5 വയസ്സുള്ള ഒരു പെൺകുട്ടി അതെങ്ങനെയോ മോളിൽ കയറി വന്നു. ഇപ്പം എങ്ങനെയാണ് തിരിച്ചു പോകേണ്ടത് എന്നുള്ള വഴി അറിയില്ല, വഴി തെറ്റിപ്പോയി ആ കുട്ടിക്ക്. അപ്പോൾ അതിങ്ങനെ പരിഭ്രമിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രമണ മഹർഷി ആ ബാലികയോട് പറഞ്ഞു എന്നാണ്, വന്ന വഴിയേ പോ എന്ന് പറഞ്ഞാൽ നീ എവിടെ നിന്നാണോ വന്നത്, അതായത് എങ്ങനെയാണോ താഴെ നിന്ന് കയറി വന്നത് മുകളിലേക്ക് വന്നത്, അതേ വഴിയിലൂടെ തിരിച്ചു പോകൂ, നിനക്ക് വീട്ടിലെത്താം. അങ്ങനെ വന്ന വഴിയേ പോകൂ എന്ന് പറഞ്ഞു. പിന്നീട് കൊല്ലങ്ങൾക്ക് ശേഷം ആ 5 വയസ്സുള്ള ബാലിക ഒരു അമ്മൂമ്മയായി മാറിയതിന് ശേഷം അവർ പറഞ്ഞു, അന്ന് ഭഗവാൻ എന്നോട് പറഞ്ഞ ആ വാക്കിൻ്റെ പൊരുൾ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ എവിടുന്നാ വന്നത്? ആത്മതത്വത്തിൽ നിന്ന് വഴിതെറ്റി വന്നവരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭാവത്തിലേക്ക് പതിച്ചുപോയി. ഇപ്പൊ തിരിച്ചെങ്ങനെ പോകണമെന്നറിയില്ല, എങ്ങനെയാണ് തൻ്റെ സ്വരൂപത്തിൽ എത്തേണ്ടത് എന്നുള്ള കാര്യം അറിയുന്നില്ല. അതിനാണ് ആചാര്യന്മാർ ലോകത്ത് അവതരിച്ച് നമുക്ക് വഴികാട്ടികളായി തീരുന്നത്. അവരൊക്കെ ഗൈഡാണ്. അസിസി ഗൈഡ്, ബി ഗൈഡ് അതല്ല, മാർഗദർശി, വഴികാട്ടി. അവരെന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. പുറമേക്ക് ചലിക്കുന്ന അല്ലെങ്കിൽ ബഹിർമുഖമായി തീർന്ന നമ്മുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിച്ചു വിടുന്നു, അഥവാ അന്തർമുഖമാക്കി തീർക്കുന്നു. അതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, ശ്രദ്ധ പുറത്തായിപ്പോയി. അപ്പോൾ പുറമേ ഒരു ആചാര്യൻ്റെ രൂപത്തിൽ പ്രകടമായി ഈ അജ്ഞാനികളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് തിരിച്ചു വിടണം. കാരണം ഉള്ളിൽ അനുഭവ സ്വരൂപമായി വർത്തിക്കുന്നതാണ് ഈ ആത്മാവ്. ഇവൻ്റെ വിചാരം പുറത്തെന്തോ കാണേണ്ട ഒന്നാണ്, ഏതോ ഒരു പ്രകാശ വലയം അല്ലെങ്കിൽ ഒരു പ്രകാശമായി ഭഗവാൻ പ്രത്യക്ഷപ്പെടും എന്നാണ് പാവം ധരിച്ചു വച്ചിരിക്കുന്നത്. ഇപ്പൊ ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലും അകത്ത് നോക്കടാ, ഉള്ളിലേക്ക് നോക്ക. നീ ചുമ്മാ ഈ കണ്ണും തുറന്ന് ക്യാമറ പുറത്തേക്ക് തിരിച്ചു വെക്കാതെ സെൽഫി എടുക്കടാ മോനെ എന്നാണ്. സെൽഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോ മൊബൈലിൽ നമ്മൾ സെൽഫി എടുക്കാറില്ലേ? മറ്റുള്ളവരുടെ ഫോട്ടോ എടുക്കുന്നത് നിർത്ത്. നിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, നിന്റെ ഉള്ളിലുള്ള ആ ഞാനെന്നുള്ള അനുഭവം അതെന്താണെന്ന് അന്തർമുഖമായി വിശകലനം ചെയ്യൂ. അപ്പോഴാണ് നിനക്ക് നിന്റെ സ്വരൂപത്തെ കണ്ടെത്താൻ കഴിയുക. അപ്പം നമ്മുടെ ശ്രദ്ധ അന്തർമുഖമായി തീരണം. അന്തർമുഖമായി ശ്രദ്ധയെ മാറ്റാൻ, അന്തർമുഖമാക്കി തീർക്കാൻ വേണ്ടി പുറം ലോകത്ത് ഭഗവാൻ ആചാര്യൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ തത്വദർശികളുടെ രൂപത്തിൽ അവതരിക്കുന്നു. അതുകൊണ്ട് ഈശ്വരൻ, ഗുരു, അന്തരാത്മാവ്, ഇത് മൂന്നും ഒരേ തത്വത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്. ഈശ്വരനെ കാണണം, ഈശ്വര ദർശനം വേണം ആഗ്രഹിക്കുന്നത് ആരാ? ജീവന്മാരാണ്. ഈ ജീവൻ കാണാൻ കൊതിക്കുന്ന ഈശ്വരനും ജീവനും ഈശ്വരനുമായി പ്രകടമായിരിക്കുന്ന ബ്രഹ്മവും ഒന്ന് തന്നെ. ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഈശ്വരനല്ല. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഈശ്വരനും ജീവനും ജഗത്തും അല്ലെങ്കിൽ ഈശ്വരനും ജീവനും ആത്മാവും ഇതെല്ലാം ഒന്നാണ് എന്ന് മനസ്സിലാക്കി തരുന്നത് ഈശ്വരൻ്റെ പണിയല്ല. ആ കൃത്യം ജ്ഞാനികൾ നിർവഹിക്കുന്നു എന്നാണ്. ഈ ജ്ഞാനി ആരാണ്? ഭഗവാന്റെ പ്രത്യക്ഷമായ രൂപം. ഗുരുനാഥനെ ശരീരമായോ അല്ലെങ്കിൽ ഒരു വ്യക്തിയായോ കരുതുന്നത് കടുത്ത ഗുരുനിന്ദയാണ് എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. ബ്രഹ്മതത്വത്തെ ഉപദേശിക്കുന്ന ആചാര്യൻ ബ്രഹ്മമാവാതെ തരമില്ല. ബ്രഹ്മഭാവത്തിൽ നിന്ന് താഴേക്കിറങ്ങി
ബ്രഹ്മത്തെക്കുറിച്ച് സംസാരിച്ചാൽ അത് പ്രയോജനപ്പെടില്ല. താൻ ബ്രഹ്മമാണ് എന്ന ഉറച്ച അനുഭവത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചാൽ ആ വാക്കുകൾ തീർച്ചയായും ശ്രോതാക്കളിൽ ചലനം സൃഷ്ടിക്കും. ചലനം സൃഷ്ടിക്കുകയല്ല, ഉള്ള ചലനത്തെ നിർത്തുകയാണ് വേണ്ടത്. പക്ഷെ നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്. അയാളുടെ പ്രഭാഷണം സമൂഹത്തിൽ അല്ലെങ്കിൽ സമൂഹ മനസാക്ഷിയിൽ ഒരു ചലനം സൃഷ്ടിച്ചു, ഒരു കോളിളക്കം സൃഷ്ടിച്ചു, വിപ്ലവം ഉണ്ടാക്കി. നമുക്ക് വിപ്ലവവും കോളിളക്കവും ഒന്നും വേണ്ട. നമുക്ക് ശാന്തിയും സമാധാനവുമാണ് വേണ്ടത്. അതിന് ഉള്ളിലേക്ക് തിരിയുകയല്ലാതെ മറ്റൊരു മാർഗം ഇല്ല. ഭവതാം ആത്മൈവാഹം, നിങ്ങളുടെ തന്നെ അന്തരാത്മാവാണ് ഞാൻ. ഭവത് പുണ്യവശാത്, നിങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ കാരണമായി. നിങ്ങളൊക്കെ മഹാപുണ്യവാന്മാരാണ്, പുണ്യശാലികളും പുണ്യശാലിനികളുമാണ്. നിങ്ങളുടെ പുണ്യം കാരണമായി ശുദ്ധം യുഷ്മത്തത്വം യുഷ്മഭ്യം ഉപദേഷ്ടും ആഗതഃ, ശുദ്ധമായ ആത്മതത്വമാണ് നിങ്ങൾ എന്ന സത്യത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഇവിടെ പുതിയതായിട്ടൊന്നും പറഞ്ഞു തരാനില്ല. നിങ്ങൾ നേരത്തെ ആത്മാവാണ്. അജ്ഞാന ദശയിൽ കഴിയുമ്പോഴും ഓരോ ജീവനും ആത്മാവാണ്. പക്ഷെ താൻ ആത്മാവാണെന്ന സത്യം വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു. ആ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് പോകാൻ വന്നതാണ്. അപ്പോൾ ഈ ആചാര്യന്മാരെല്ലാം സ്മരണികകളാണ്. സ്മരണിക, ഓർമ്മിപ്പിക്കുന്നത്. മറന്നുപോയ ഒരു കാര്യത്തെ ഓർമ്മിപ്പിക്കുന്നവരാണ് ഈ ആചാര്യന്മാരെല്ലാവരും തന്നെ. അതുകൊണ്ട് നിങ്ങളുടെ പുണ്യം കാരണമായിട്ട് ശുദ്ധമായ നിങ്ങളുടെ തന്നെ സ്വരൂപമായിരിക്കുന്ന ആത്മതത്വത്തെ നിങ്ങൾക്ക് ഉപദേശിക്കാൻ ഞാൻ എത്തിയിരിക്കുന്നു. മമച ഭവന്തഃ പരമപ്രേമാസ്പദം ആത്മൈവേദി യുഷ്മൻ മിത്രതാമിവ പ്രാപ്തഃ ഇത്യാഹ. ഇനി എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും ഞാൻ തന്നെയാണ്. എൻ്റെ തന്നെ പ്രതിരൂപങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഇത് തന്നെയാണ് രാമതീർത്ഥ സ്വാമികളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത്. മൈ ഓൺ സെൽഫ് ഇൻ ദ ഫോം ഓഫ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇവരുടെ ആ വാക്കുകളിലും ആശയങ്ങളിലും ഉള്ള പൊരുത്തം നോക്കൂ നിങ്ങൾ. എല്ലാവരും ഒരുപോലെയാണ് സംസാരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട്? അവർ കണ്ടെത്തിയ സത്യം ഒന്നാണ്. ഒരേ കാര്യത്തെയാണ് ഇവരെല്ലാവരും സാക്ഷാത്കരിച്ചത്. അതുകൊണ്ട് അവരുടെ വാക്കുകളിലും അവരുടെ ചിന്തകളിലും ആശയങ്ങളിലും സമാനതയുണ്ട്. അവതരണ ശൈലിയിൽ വ്യത്യസ്തതകൾ ഉണ്ടാവാം. പക്ഷേ അവർ പറയുന്നതിൻ്റെ രത്നച്ചുരുക്കം, ആ വാക്കുകളിലുള്ള സാരം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ തന്നെ അന്തരാത്മാവ് തന്നെയാണ് ഞാൻ. ഇനി എന്നെ സംബന്ധിച്ച് മമച ഭവന്തഃ, നിങ്ങളും പരമപ്രേമാസ്പദം ആത്മൈവേദി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, വസിഷ്ഠ മഹർഷി പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നെ തന്നെയാണ്. ഞാൻ എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആ ഞാൻ തന്നെ എൻ്റെ മുമ്പിൽ ശ്രോതാക്കളായി സന്നിഹിതരായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് എന്തെന്നില്ലാത്ത കാരുണ്യമാണ് തോന്നുന്നത്. കാരണം നിങ്ങളൊക്കെ ഞാൻ തന്നെയാണ്. എനിക്ക് എന്നോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങളൊക്കെ ഞാനായതുകൊണ്ട് നിങ്ങളോടെല്ലാവർക്കും എനിക്ക് എന്നോടെന്ന പോലെ ഒരു ഇഷ്ടം തോന്നുന്നു, ഒരു സ്നേഹം തോന്നുന്നു. യുഷ്മൻ മിത്രതാമിവ പ്രാപ്തഃ. നിങ്ങൾ എന്നെ നിങ്ങളുടെ സുഹൃത്തായിട്ടാണ് കരുതുന്നത്. ഞാൻ അങ്ങനെയല്ല. എൻ്റെ തന്നെ അന്തരാത്മാവായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് അവിടെ അല്പം പോലും സ്നേഹത്തിന് കുറവോ ആത്മാർത്ഥതയ്ക്ക് ഇളവോ ഒന്നും സംഭവിക്കുന്നില്ല. ഏത് വ്യക്തിക്കും തന്നോട് തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ മറ്റുള്ളവരെ, നീ എനിക്ക് ജീവനാണ്, പൊന്നാണ്, തേനാണ്, പാലാണ്, മുത്താണ്, മണിയാണ്, ഇതൊക്കെ വെറുതെയാണ്. അതൊക്കെ ചെറുപ്പക്കാർ, യുവതീ യുവാക്കൾ പ്രത്യേകിച്ചും പരസ്പരം പ്രേമിക്കുന്നവർ പറയുന്ന വാക്കുകളാണ്. അതിലൊന്നും കഴമ്പില്ല.
എല്ലാവർക്കും സ്വന്തം കാര്യം സിന്ദാബാദ്. ഞാനല്ല പറയുന്നത്, യാജ്ഞവൽക്യ മഹർഷി തൻ്റെ പത്നിയെ നോക്കി പറയുന്നതാണ്. അരേ മൈത്രേയി ആത്മാവാ പ്രിയതമഹ, ഏറ്റവും പ്രിയപ്പെട്ടത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അയാൾ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. തനിക്ക് സന്തോഷം അല്ലെങ്കിൽ സുഖം നൽകുന്ന വസ്തുക്കളെയോ വ്യക്തികളെയോ ഓരോ വ്യക്തിയും ഇഷ്ടപ്പെടുന്നു. അത് ആ വസ്തുവിനോട് അല്ലെങ്കിൽ വ്യക്തിയോടുള്ള ഇഷ്ടമല്ല, ആ വസ്തു അല്ലെങ്കിൽ വ്യക്തി എനിക്ക് സന്തോഷം നൽകുന്നു അല്ലെങ്കിൽ സുഖം നൽകുന്നു, അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പം അതിൻ്റെ മൂലകാരണം എനിക്ക് എന്നെ തന്നെയാണ് ഇഷ്ടം എന്നുള്ളതാണ്. എനിക്ക് എന്നെ തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് എനിക്ക് സന്തോഷം നൽകുന്ന മറ്റൊന്നിനെ, അത് വ്യക്തിയോ വസ്തുവോ എന്തോ ആയിക്കോട്ടെ, അതിനെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ എന്തുകൊണ്ട് ഇത്രയേറെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അത് ആത്മസ്വഭാവമാണെന്ന്. ആത്മാവാണ് ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത്. അതങ്ങനെയേ ആവൂ. ഓരോ വ്യക്തിയും അവനവനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ അവനവനെന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവാണ് ഏറ്റവും പ്രിയപ്പെട്ടത്, പ്രിയതമം എന്ന് പറയുന്നത്. ആമാ, അതെ. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. തനിക്ക് വേണ്ടി, തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, അതിനാണ് എല്ലാം പ്രിയപ്പെട്ടതായിത്തീരുന്നത്. എനിക്ക് ഞാൻ തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൾ. അതുകൊണ്ട് എനിക്ക് സന്തോഷം സുഖം നൽകുന്ന മറ്റൊന്നിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോ വസ്തുവോ എപ്പോഴെങ്കിലും എനിക്ക് ഒരു അപ്രിയമോ അല്ലെങ്കിൽ ദുഃഖമോ പ്രദാനം ചെയ്താൽ അന്ന് മുതൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ വസ്തുവിനെ ഞാൻ വെറുക്കാൻ തുടങ്ങും. ഇങ്ങനെയാണ് ലോകത്തിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ തന്നിലുള്ള പ്രിയം, തനിക്ക് തന്നോട് തന്നെ തോന്നുന്ന ഇഷ്ടം, അത് ഒരിക്കലും കുറയുന്നില്ല, അത് മാഞ്ഞു പോകുന്നില്ല. മരിക്കുന്നത് വരെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാൻ തന്നെയായിരിക്കും. കാരണം അത് ആത്മാവാണ്. ആത്മാവാണ് ഞാൻ ഭാവത്തിൽ പ്രകാശിക്കുന്നത്. ആ ആത്മാവിനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ സ്വരൂപം അല്ലെങ്കിൽ അതിൻ്റെ ആനന്ദസ്ഥിതി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മെ തന്നെ നാം ഓരോരുത്തരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് മൈത്രീഭാവമാണുള്ളത്. നിങ്ങളുടെ സുഹൃത്താണ് ഞാൻ. വാസ്തവത്തിൽ എൻ്റെ തന്നെ അന്തരാത്മാവാണ് നിങ്ങൾ. നിങ്ങളുടെ അന്തരാത്മാവിൻ്റെ ഒരു ചെറിയ കണികയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തമ്മിൽ ഭേദമില്ല, ഒരു വ്യത്യാസവുമില്ല. നീ തന്നെ ഞാൻ, ഞാൻ തന്നെ നീ. ഞാനും നീയും കള്ളം, ഞാനും നീയും അവനും അവളും നിങ്ങളും ഞങ്ങളും എല്ലാമായി തീർന്നിരിക്കുന്നത് ഒരേ ആത്മതത്വം. അതുമാത്രമാണ് സത്യം. മറ്റുള്ളതൊക്കെ അതിലെ വെറും ഭ്രമങ്ങൾ, കുറേ നാമരൂപങ്ങൾ, അത്രയേ ഉള്ളൂ. അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ട. ആത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. യുഷ്മദിതി ദ്വാഭ്യാം സംവിദ്രൂപോ ലവഃ ശോധിതഃ സൂക്ഷ്മാർത്ഥഃ നതു നരഗന്ധർവാദി ശരീരമിത്യർത്ഥഃ. ഈ ഞാൻ എന്ന അനുഭവം എന്താണ് എന്ന് അന്വേഷിച്ച് ചെന്നാൽ അത് ബോധമാണ് എന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റും. അന്വേഷിച്ച് മനസ്സിലാക്കണം. ഏതാണ് ഞാനായി പ്രകാശിക്കുന്നത്? അതാണ് ഈ മഹാവാക്യങ്ങളുടെ സൂക്ഷ്മാർത്ഥം ഗ്രഹിക്കണം എന്ന് പറയുന്നത്. തത്വമസി മഹാവാക്യത്തിൻ്റെ സൂക്ഷ്മാർത്ഥം ഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവൻ തന്നെയാണ് ബ്രഹ്മം എന്ന സത്യം പിടികിട്ടും. അങ്ങനെ സൂക്ഷ്മാർത്ഥത്തെ നല്ലപോലെ വിചിന്തനം ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെയുള്ള ശരീരങ്ങളൊന്നും തന്നെ സത്യമല്ല. അതുപോലെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് ഉപദേശം നൽകുന്ന ഈ വസിഷ്ഠനും നരനോ ഗന്ധർവനോ
അതൊക്കെ ശരീരത്തിലുള്ള വ്യത്യാസമാണ്. നമ്മളാരും ശരീരമല്ല, ശുദ്ധബോധമാണ് ഓരോ വ്യക്തിയുമായി പ്രകാശിക്കുന്നത്. സംവിന്മാത്രാ ഭവന്തോ ഹി തദ്ഭാവോസ്ത്യതിനിർമ്മലഃ സ്ഥിതോസ്മീതി ഭവത്പുണ്യൈർനനു നാസ്മി ന ചാപരഃ. ബോധം എന്ന വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും ബോധം തന്നെയാണ്, ഞാനും അത് തന്നെയാണ്. ആ പരമാത്മതത്വം, അഖണ്ഡ ബോധം അതിനിർമ്മലവുമാണ്, അത്യന്തം പരിശുദ്ധമാണത്. സ്ഥിതോസ്മീതി, ഞാനുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ശ്രോതാക്കളായി എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വക്താവായി സന്നിഹിതരായിരിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നു. വാസ്തവത്തിൽ ഇവിടെ ഞാനും നീയും ഒന്നുമില്ല. ആത്മാവിനെക്കുറിച്ച് ആത്മാവ് സംസാരിക്കുന്നതിനെ ആത്മാവ് കേട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാതെ ഇവിടെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ആത്മാക്കൾ എന്ന് പറയരുത്, കാരണം ഒന്നിൽ കൂടുതലില്ല, ഉള്ളത് ഒരേ ആത്മാവാണ്. പല ശരീരങ്ങളിൽ ഇരുന്നു കൊണ്ട് ശ്രവിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെന്താ? മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഡബിൾ റോളിലും ത്രിബിൾ റോളിലും ഒക്കെ അഭിനയിക്കാറുണ്ടല്ലോ. ഒരു നടന് എത്ര റോളുകളിൽ വേണമെങ്കിലും അഭിനയിക്കാൻ പറ്റും. അതുപോലെ മൾട്ടി റോളിൽ അഭിനയിക്കുന്ന ഒരു നടനാണ് ഈ പരമാത്മാവ്. ഒരേ സമയത്ത് പക്ഷിയും മൃഗവും ദേവനും അസുരനും മനുഷ്യനും സ്ത്രീയും പുരുഷനും നപുംസകവും ഒക്കെയായി, ജീവനുള്ളതും ജീവനില്ലാത്തതും ഒക്കെയായി വേഷം കെട്ടുന്ന നടൻ ഈ പരമാത്മാവാണ്. അദ്ദേഹത്തിൻ്റെ വേഷം കണ്ട് ഭ്രമിച്ചു പോകരുത്. ആരാണ് ആ വേഷം കെട്ടിയിരിക്കുന്നത്? ആ നടനെ കണ്ടെത്തണം. അതാണ് ആത്മതത്വത്തെ കണ്ടെത്തുക എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. സ്ഥിതോസ്മീതി ഭവത് പുണ്യൈഹി, നിങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരുന്നു കൊണ്ട് ഈ ആത്മതത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നനു നാസ്മി നചാപരഃ. വസിഷ്ഠൻ എന്ന ഒരു വ്യക്തി ഇവിടെ ഇല്ല. വസിഷ്ഠൻ എന്ന ഒരാളാണ് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇത് സംസാരിക്കുന്നത് എന്ന് വല്ലതും നിങ്ങൾക്ക് വിചാരമുണ്ടെങ്കിൽ തെറ്റാണത്. വ്യക്തിയില്ല. വസിഷ്ഠൻ എന്ന മാധ്യമത്തിലൂടെ, ആ ശരീരത്തിലൂടെ, മനസ്സിലൂടെ, പ്രാണൻ, ബുദ്ധി, ഈ ഉപാധികളിലൂടെ പരമാത്മാവ് തന്നെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാതെ ഇത് സാധ്യമല്ല. വ്യക്തികൾക്ക് ആത്മാവിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. അതിന് ആത്മാവിൻ്റെ അനുഗ്രഹം കൂടിയേ കഴിയൂ. ഒരു വ്യക്തി സംസാരിക്കുന്നതായിട്ട് ശ്രോതാക്കൾക്ക് തോന്നാം, പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ബോധത്തിൻ്റെ അനുഗ്രഹമില്ലാതെ, ആ സർവേശ്വരൻ്റെ കൃപയില്ലാതെ, കാരുണ്യമില്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. ചിന്തിക്കാൻ പോലും പറ്റില്ല. ചിന്തിച്ചിട്ട് വേണ്ടേ സംസാരിക്കാൻ? ഭഗവത് ചിന്ത ഉള്ളിൽ ഉദിക്കുന്നത് തികഞ്ഞ ഈശ്വരകാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞാൻ ഭഗവാനെ ആരാധിക്കുന്നു, ഭഗവാനെ പൂജിക്കുന്നു, നാമങ്ങൾ ചൊല്ലുന്നു, ഭഗവാനോട് എനിക്ക് ഭക്തിയുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ കഴിവാ? നിങ്ങളാരാണ്? വെറും നിഴൽ. ആത്മാവിൻ്റെ വെറും നിഴലാണ് ഓരോ ജീവനും. നിഴലിന് തൻ്റെ അസ്തിത്വത്തിന് കാരണമായിരിക്കുന്ന വസ്തുവിനെക്കുറിച്ച് എങ്ങനെ അറിയാൻ പറ്റും? ഏതൊന്നുള്ളത് കൊണ്ട് നിഴൽ ചലിക്കുന്നുവോ, ഏതൊന്നുള്ളത് കൊണ്ട് നിഴലിന് സംസാരിക്കാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും തീരുമാനിക്കാനുമുള്ള ശക്തി ഉണ്ടാകുന്നുവോ, ആ അധിഷ്ഠാന സത്യത്തെ ഈ നിഴലിന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതുകൊണ്ട് ആത്മാവിനെ അറിയാൻ സാധ്യമേ അല്ല. ആത്മാവിനെ അറിയാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ആത്മാവായി നിൽക്കാൻ പറ്റും. അത് മതി. അതിനെ അറിവിന് വിഷയമാക്കരുത്. അത് അറിവിൻ്റെ വിഷയമല്ല, അത് ശുദ്ധമായ അറിവ് തന്നെയാണ്. ഇതുപോലെയുള്ള വാക്കുകളൊന്നും, ഇതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇതുവരെ പറഞ്ഞതൊക്കെ ഓക്കെ. ഈ അറിവിനെ എന്തിൻ്റെ വിഷയമാക്കാൻ പറ്റും?
അറിവിനെ അറിയുന്ന മറ്റൊരറിവുണ്ടാവാൻ പറ്റില്ല. അറിവ് എന്നും ഏകമാണ്. അറിവിൻ്റെ മണ്ഡലത്തിൽ പല നാനാത്വങ്ങളല്ല, നാനാത്വങ്ങൾ ഉണ്ടാവാം. നാനാത്വത്തെ അറിയുന്നത് ഏകമായ സത്യമാണ്. ആ ഏകത്തെ ആരറിയും എന്ന് ചോദിച്ചാൽ അത് സ്വയം അറിയും. അതുകൊണ്ട് ഞാൻ ആത്മജ്ഞാനം നേടി, എനിക്ക് ഈശ്വര ദർശനം ലഭിച്ചു, അങ്ങനെയൊന്നും ശരിക്ക് ഈശ്വര ദർശനമോ ജ്ഞാനമോ ലഭിച്ച ഒരാൾ സംസാരിക്കുകയില്ല. ഞാനിൻ്റെ പിടിയിൽ ഒതുങ്ങുന്നതല്ല അനന്തമായ ഈ ആത്മതത്വം. കുവളയ്ക്ക് പറയാൻ പറ്റുമോ എപ്പോഴെങ്കിലും ഞാൻ കടലിനെ അറിഞ്ഞു എന്ന്? കടലിൻ്റെ ഒരു കോണിൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകുന്ന ഒരു ചെറു കുമിളയ്ക്ക് കടലിനെ വിലയിരുത്താൻ പറ്റുമോ? നമ്മളൊക്കെ കുമിളകളാണ്. ബാലകൃഷ്ണൻ നായർ സാർ ഒരിക്കൽ പറഞ്ഞതാണ്. ശങ്കരാചാര്യര് അദ്വൈതം ഭാരതം മുഴുവൻ പ്രചരിപ്പിച്ചു, എത്ര ഗ്രന്ഥങ്ങൾ എഴുതി, എത്ര പേരെ ഉദ്ബോധിപ്പിച്ചു. പക്ഷേ അത് ബോധത്തിലെ ഒരു വലിയ കുമിള മാത്രം. നമ്മളൊക്കെ ചെറിയ ചെറിയ കുമിളകൾ, രണ്ടും പൊട്ടും. ഈ രൂപങ്ങളൊക്കെ പൊട്ടിപ്പോകും, തകർന്നു പോകും. ഇത്രയാണ്. നാമരൂപങ്ങൾ കുമിളകൾ പോലെയാണ്. നാമരൂപങ്ങളായി പ്രകടമാകുന്നത് നാമരൂപരഹിതമായ ആത്മതത്വമാണ്. ആ ആത്മതത്വം മാത്രമാണ് സത്യമായിട്ടുള്ളത്. നാമരൂപങ്ങൾ മാറി മറിയും, അവ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടും, അത് നശിച്ചു പോവുകയും ചെയ്യും, അല്ലെങ്കിൽ മറഞ്ഞു പോവുകയും ചെയ്യും. ആത്മാവിന് ആവിർഭാവ തിരോഭാവങ്ങൾ ഇല്ല. സ്ഥിതോസ്മീതി ഭവത് പുണ്യൈർ നനു നാസ്മി നചാപരഃ. നിങ്ങളുടെ പുണ്യം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത്. ഞാൻ എന്ന ഒരു വ്യക്തിയില്ല. ഞാൻ നിങ്ങളിൽ നിന്ന് അന്യനുമല്ല. നിങ്ങൾ തന്നെയാണ് ഞാൻ. നിങ്ങളൊക്കെ എൻ്റെ തന്നെ പ്രതിരൂപങ്ങളാണ്. എന്നാൽ ആത്മതത്വവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ ഞാൻ, നീ എന്നൊക്കെയുള്ള വാക്കുകൾക്ക് ഒരർത്ഥവുമില്ല. ഞാൻ തന്നെ നീ, നീ തന്നെ ഞാൻ എന്നൊക്കെ പറയാം. പക്ഷേ ഇത് ഈ വാക്കുകളിലല്ല ആത്മാവെന്ന് പറയുന്നത്. ഈ രൂപത്തിലൊക്കെ പ്രകടമാകുന്ന ഞാനും നീയും അല്ലാത്ത ഒന്നാണ് ആ ആത്മാവ്. അതിനെ ഉപനിഷത്തുകൾ അത് എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ തത്, ദൂരെ എങ്ങോ ഉള്ളത് എന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ, നീ, അവൻ, അവൾ, നിങ്ങൾ, ഞങ്ങൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിൻ്റെ മണ്ഡലത്തിൽ പെടാത്തത്, അറിവിനപ്പുറത്ത് വർത്തിക്കുന്നത്, നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തത് എന്ന അർത്ഥത്തിലാണ് ആത്മാവിനെ അത് എന്ന വാക്കുകൊണ്ട് നിർദ്ദേശിച്ചത്. അപരോ ഭവത് ആത്മവ്യതിരിക്തോ നാസ്മി. ഞാൻ അന്യനല്ല, ആരും അന്യരല്ല. നമ്മളാരോ ഞങ്ങളാരോ നമ്മളാരും അന്യരല്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രതിരൂപങ്ങളാണ്. പഴയ പാട്ടാണ്. അപരോ ഭവത് ആത്മവ്യതിരിക്തോ നാസ്മി. ഞാൻ അപരനല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ഭിന്നനായ ഒരു വ്യക്തിയല്ല. നിങ്ങൾ തന്നെയാണ് ഞാൻ. നൻവിധി സംബോധനെ. അങ്ങനെയല്ലേ? അതല്ലേ സത്യം? സദസ്യരോട് സംശയമുള്ളത് കൊണ്ടല്ലേ ചോദിക്കുന്നത്. അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നതിന് പകരമാണ് അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നത്. 50-ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. ശ്യാമായമാനാനായാന്തി യാവൻ മരണവാസരാഹ സാരസംഹ്രിയതാം താവത് വൈരസ്യം വസ്തുദൃഷ്ടിഷു. പരമാർത്ഥം എന്താണെന്ന് അങ്ങ് പറഞ്ഞു തന്നു. ഇപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതും കൂടെ പറയൂ. എല്ലാ ആത്മാവാണ്, നീയും ഞാനും, ആ ഭേദമൊന്നുമില്ല. എല്ലാം ഒരേ ആത്മാവാണ്. ഞാൻ തന്നെ നീ, നീ തന്നെ ഞാൻ. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്, സുഖമുണ്ട്. പക്ഷേ ഈ അറിവിൽ ഞങ്ങൾ എങ്ങനെയാണ് എത്തിച്ചേരുക? അതിനുള്ള വഴിയും കൂടെ പറയൂ.
അതും കൂടെ പറയാം. അമേരിക്കയിൽ അതുണ്ട് ഇതുണ്ട്, അമ്പരചുംബികളുടെ നാടാണ് എന്നൊക്കെ നമ്മൾ പറയും. എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ചെല്ലുക? അവിടെ ചെന്ന് നേരിട്ട് കണ്ടാലല്ലേ കാര്യങ്ങൾ മനസ്സിലാവൂ. അതുപോലെ ഈ ആത്മതത്വത്തിൽ എങ്ങനെയാണ് ചെന്നെത്തുക? ശ്യാമായമാനായാന്തി യാവൻ മരണവാസരാഹ. ശ്യാമായമാനാഹ, നമ്മുടെ ജീവിതം പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന സത്യം തിരിച്ചറിയണം. എന്താണ് ഇരുട്ട്? മരണം. എന്താണ് പ്രകാശം? ജീവിതം. അല്ലെ, നമ്മൾ ജീവിക്കുകയല്ലേ, ഇപ്പൊ പ്രകാശത്തിലല്ലേ. പക്ഷേ ഈ പ്രകാശം മങ്ങി മങ്ങി വരുന്നു. മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. സന്ധ്യയിലേക്ക്, ജീവിത സന്ധ്യയിലേക്ക് നടന്നു നീങ്ങുകയാണ് നമ്മൾ. അല്ലെ, നമ്മളൊക്കെ ആത്മാവല്ലേ? ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആത്മജ്ഞാനം നേടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിലെ പ്രകാശം മങ്ങി മങ്ങി വരുന്നു. ശ്യാമായമാന നായാന്തി യാവൻ മരണവാസരാഹ. മരണദിനങ്ങൾ എന്ന് പറഞ്ഞാൽ മരണത്തെ സമീപിച്ചിരിക്കുന്ന, അതായത് മരണത്തോടടുക്കുന്ന ആ ദിനങ്ങൾ നമ്മുടെ അടുത്തെത്താത്തിടത്തോളം കാലം വളരെ ജോളിയായി, വളരെ സന്തോഷത്തോടു കൂടി അടിച്ചു പൊളിച്ച് അങ്ങനെ ജീവിക്കാം. അത് മരണം നമ്മെ സമീപിക്കുന്നത് വരെയേ ഉള്ളൂ. ആ ആഘോഷവും തിമിർപ്പും ആനന്ദ അതിരേകവുമൊക്കെ മരണം അടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കത്തില്ല മക്കളെ നിങ്ങളുടെ സ്ഥിതി. അല്ല, ഞാൻ ആത്മതത്വം ഉറപ്പിക്കുന്നുണ്ട്, നല്ലത് തന്നെ, അങ്ങനെ തന്നെ വേണം. പക്ഷേ മരണത്തിന് മുമ്പ് ഞാൻ ആത്മാവാണെന്ന് സാക്ഷാത്കരിക്കുകയും വേണം. ഉറപ്പിക്കുന്നത് നല്ലത് തന്നെ. ഉറപ്പിക്കുന്നത് എന്തിനാണ്? ഞാൻ ആത്മാവാണെന്ന അറിവ് അല്ലെങ്കിൽ അനുഭവം നേടാനാണ്. അതുകൊണ്ട് ജീവിതം ഇരുണ്ടിരുണ്ട് വരികയാണ്. പ്രകാശം മങ്ങി മങ്ങി വരുന്നു. ബുദ്ധി ക്ഷയിക്കുന്നു, ശരീരം ക്ഷയിക്കുന്നു, മനസ്സിൻ്റെ ശക്തികൾ ഓരോന്നായി കുറയുന്നു, ഓർമ്മശക്തി കുറയുന്നു. ക്ഷയം, ക്ഷീണം, അപക്ഷയം, അതിലേക്കാണ് ഓരോ ജീവനും സ്വയം അറിയാതെ നടക്കുന്നത്. അതുകൊണ്ട് ആ മരണം എന്ന സത്യം നമ്മുടെ അടുത്തെത്തുന്നതിന് മുമ്പ് സാരസംഹ്രിയതാം, കഴമ്പായതെന്ത്, സാരമായതെന്ത്, പരമാർത്ഥമായതെന്ത്, എന്താണ് ഇവിടെ വാസ്തവത്തിലുള്ളത്, അത് മനസ്സിലാക്കണം. ഇത് തന്നെയാണ് ഉപനിഷത്തിനും പറയാനുള്ളത്. എത്ര പ്രാവശ്യം പറഞ്ഞാലും തൃപ്തി വരാത്ത ചില ഉപനിഷത്ത് വാക്യങ്ങളുണ്ട്. അത് എത്ര പ്രാവശ്യം പറഞ്ഞാലും ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഒരു 100 പൂർണ്ണചന്ദ്രൻ എൻ്റെ ഉള്ളിൽ ഉദിച്ചുയരുന്ന ഒരു പ്രതീതിയാണ്. ഇഹ ചേദവേദീത് അധ സത്യമസ്തി നചേദിഹാവേദീത് മഹതി വിനഷ്ടിഹി. ഇതൊരു താക്കീതോ വാണിങ്ങോ പോലെ നമുക്ക് സ്വീകരിക്കാം. ഇടോ മനുഷ്യരെ, ഇഹ ചേദവേദീത്, ഇവിടെ വെച്ച് ഈ ഭൂമുഖത്ത് ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഞാൻ ആത്മാവാണ് എന്ന അറിവ് നേടിയാൽ അറിഞ്ഞു എന്ന് പറയാം. അല്ല, അടുത്ത ജന്മം ഉണ്ടല്ലോ, പുനർജന്മം ഉണ്ടല്ലോ. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി എന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സത്യവുമാണ്. പക്ഷേ എത്ര ജന്മങ്ങളുടെ ഒടുവിലാണ് നമ്മൾ ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കുക? ഇപ്പോൾ മനുഷ്യജന്മം കിട്ടി. ഈ മനുഷ്യജന്മം പൊലിഞ്ഞു പോയാൽ അടുത്ത ഒരു മനുഷ്യജന്മം എപ്പോൾ കിട്ടും? അതൊന്നും ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യമാണ്. ഇനിയുള്ള ജന്മങ്ങളെല്ലാം മനുഷ്യജന്മം ആയിരിക്കും എന്നൊന്നും കരുതണ്ട. മായയുടെ കുത്തൊഴുക്കിൽ നമുക്ക് ലഭിച്ച അസുലഭമായ ഒരു സന്ദർഭമാണ് ഈ മനുഷ്യജീവിതം. മായ ഇങ്ങനെ കർമ്മ നദി ഇങ്ങനെ ഒഴുകുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു പുണ്യവിശേഷം കൊണ്ട് നമ്മൾ ചെയ്ത പുണ്യമാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടാൻ കാരണം. അങ്ങനെ കിട്ടിയ ഒരെണ്ണം, ആ ഒരു സുവർണാവസരം പാഴാക്കി കളയരുത്. അതുകൊണ്ട് ഈ മനുഷ്യ ജീവിതത്തിൽ, മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ജീവിച്ചുകൊണ്ട് മനുഷ്യ ബുദ്ധിയെ വിനിയോഗിച്ച് വേണം ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ. അതുകൊണ്ട് ഇവിടെ വെച്ചറിഞ്ഞാൽ
അറിഞ്ഞു എന്ന് പറയാം. നചേതിഹാവേദീത്, ഇവിടെ വെച്ച് ഇത് അറിയപ്പെടുന്നില്ലെങ്കിൽ, ഇതിനെ അറിയാതെയാണ് നിങ്ങൾ ഇവിടെ നിന്ന് യാത്രയാകുന്നതെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ച് മഹതീ വിനഷ്ടിഹി, ഒരു വലിയ വിനാശമായിരിക്കും, നികത്താൻ പറ്റാത്ത ഒരു നഷ്ടമായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഈ ജീവിതം എന്ന് പറയുന്നത്. ഒരു അസുലഭ സന്ദർഭം ലഭിച്ചിട്ട് അതിനെ മുതലാക്കിയില്ല എന്ന് പറഞ്ഞാൽ, ഗോൾ അടിക്കാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നതാണ്. ഗോൾ അടിച്ചു, ഗോൾ പോസ്റ്റിൻ്റെ മുകളിലൂടെ പോയി ഫുട്ബോൾ. അവനെ കാണികളും അവൻ്റെ ടീമിലെ അംഗങ്ങളുമൊക്കെ എന്തുമാത്രം വഴക്ക് പറയും. നല്ല ഒരു ചാൻസ് കിട്ടിയാണല്ലോ, തനിക്ക് ഗോൾ കയറ്റാൻ പറ്റിയില്ലല്ലോ. ഗോളി ആ പ്രദേശത്ത് തന്നെ ഇല്ല, ആ പ്രദേശത്ത് ഗോളില്ല, ഗോൾ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ ഗോൾ പോസ്റ്റിൽ തനിക്കൊരു ഗോൾ കയറ്റാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആശൻ വെപ്രാളത്തിൽ ഒരടി അടിച്ചു, ഗോൾ പോസ്റ്റിൻ്റെ മുകളിലൂടെ പന്ത് പോയി. അതുപോലെ ഗോളടിക്കാൻ അറിയാത്തവരായി നമ്മൾ ജീവിക്കരുത്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ എത്ര ഗോൾ അടിക്കുന്നുണ്ട്. ഒഴിഞ്ഞു കിടക്കുന്ന ഗോളിയില്ലാത്ത ഗോൾ പോസ്റ്റിൽ ചിലർക്ക് ഗോളടിക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷേ തൻ്റെ ജീവിതം, ആ ജീവിതമാകുന്ന കളിയിൽ ഗോൾ അടിക്കാതെ ആ ജീവിതത്തെ പാഴാക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നിന്ദ്യമായി അപലപനീയമായി മറ്റെന്തുണ്ട്? ജീവിതത്തിലുള്ള ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം നേടുക എന്നാണ് അർത്ഥം. ആ ഒരൊറ്റ ഗോൾ അടിച്ചാൽ മതി. ആ ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ, ഗോൾ എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ ലക്ഷ്യം എന്നും അർത്ഥമുണ്ട്. ലക്ഷ്യത്തിലെത്തിച്ചേരുക എന്നാണ് അർത്ഥം. ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ്. അത് നേടാതെ ഇവിടുന്ന് യാത്രയാകുന്നവർ അവരുടെ ജീവിതത്തെ പാഴാക്കിക്കളഞ്ഞവരാണ്. സാരസംഹ്രിയതാം, സാരമായതിനെ ഗ്രഹിക്കൂ. എന്താണ് സത്തായിട്ടുള്ളത്, എന്താണ് കഴമ്പായിട്ടുള്ളത്? ഈ ഇല്ലാത്ത ഭ്രമരൂപമായ നാമരൂപങ്ങളിൽ മോഹിച്ച് ഇതൊക്കെ സത്യം എന്ന് കരുതി ജീവിതത്തെ പാഴാക്കിക്കളയരുത്. സാരമായതിനെ കണ്ടെത്തണം, സത്യത്തെ സാക്ഷാത്കരിക്കണം. സാരസംഹ്രിയതാം, അതിനെ പിടിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. സത്യം വഴുതി മാറുമോ എന്നുള്ള ചോദ്യമല്ല. സത്യം എങ്ങും നിറഞ്ഞു നിൽക്കുന്നതാണ്, അതിന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. പക്ഷേ നമ്മുടെ അജ്ഞത കൊണ്ട്, നമ്മുടെ വിവരക്കേട് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ഈ സത്യത്തെ നാം നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് ആ സത്യത്തെ പിടിച്ചെടുക്കുക തന്നെ വേണം. അതിനെന്തു വേണം മഹർഷേ? താവത് വൈരസ്യം വസ്തുദൃഷ്ടിഷു, അതിന് വിരക്തിയെ വളർത്തിയെടുക്കണം. വിരക്തി എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ദൃശ്യങ്ങളിൽ, പ്രപഞ്ച പദാർത്ഥങ്ങളിൽ, കുടുംബാംഗങ്ങളിൽ, സുഹൃത്തുക്കളിൽ സംഘത്തെ ഉപേക്ഷിക്കണം. വിരക്തി നമ്മുടെ കൈമുതലായി മാറണം. വൈരാഗ്യം, വിരക്തി സാധന ചതുഷ്ടയ സമ്പത്തിലെ രണ്ടാമത്തെ ഘടകം. ആദ്യത്തേത് ആദൗ നിത്യാനിത്യ വസ്തു വിവേക, ഇഹ അമുത്ര അർത്ഥഫല ഭോഗ വിരാഗ. അതിനെ ചുരുക്കി വിരാഗം, വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം എന്ന് പറയും. അതായത് ഡിറ്റാച്ച്മെന്റ്, നിസ്സംഗത. ഒന്നുമായിട്ടും നമ്മുടെ മനസ്സ് ഒട്ടിപ്പോകരുത്. മനസ്സ് താമരയിലയിലെ ജലത്തുള്ളി പോലെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കണം. മനസ്സ് പ്രപഞ്ചത്തിലാണ് നിൽക്കുന്നത്. പ്രാപഞ്ചിക ചിന്തകളാണ് മനസ്സിലുണ്ടാവുന്നത്. പക്ഷേ മനസ്സ് അവയിൽ ഒട്ടിപ്പോകരുത്. താമരയിലയിൽ തങ്ങി നിൽക്കുന്ന ഒരു ജലത്തുള്ളി താമരയിലയിൽ ഒട്ടിപ്പോകുന്നില്ല, താമരയിലയെ നനയ്ക്കുന്നില്ല. അതൊരു മുത്തുമണി പോലെ അങ്ങനെ നിൽക്കുന്നു. താമരയിലയെ ഒന്ന് ചരിച്ചു കഴിഞ്ഞാൽ നീ ആരോ ഞാനാരോ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് ഇറങ്ങിപ്പോവും. ഒരല്പം ഈർപ്പം പോലും ആ താമരയിലയിൽ ബാക്കിയുണ്ടാവില്ല. അതുപോലെ ചിലർ പറയാറുണ്ട്, വയസ്സായ ആൾക്കാർ, ഞാനിപ്പോൾ കുട്ടികളുടെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല, താമരയിലയും വെള്ളവും പോലെയാണ് ഞങ്ങൾ കഴിയുന്നത്. ചുമ്മാണ്, വെറുതെയാണ്, പറ്റിക്കാനാണ്. കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും സത്യം എന്താണെന്ന്. എല്ലാ കാര്യത്തിലും തലയിടും.
അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇതെന്തിനാടാ വാങ്ങിച്ചത്, അതെന്തിനാടാ വാങ്ങിച്ചത്, സകല കാര്യങ്ങളിലും അനാവശ്യമായി തലയിടും. ചോദിക്കാതെ തന്നെ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. എല്ലാറ്റിലും കുറ്റം കണ്ടുപിടിക്കും. ഇയാളാണ് താമരയിലെയും വെള്ളവും പോലെ ജീവിക്കുന്നയാൾ. ഞാൻ മറ്റുള്ളവർക്ക് എത്ര കണ്ട് ഉപദ്രവകാരിയായി ജീവിക്കുന്നു എന്നുള്ളത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. ഞാൻ ആരെയും ഉപദ്രവിക്കാതെയാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ഭാര്യയോട് ചോദിച്ചു നോക്കൂ, കുട്ടികളോട് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കൂ. നിങ്ങൾ എത്രത്തോളം നല്ലവനാണ്, എത്രത്തോളം നിരുപദ്രവിയാണ് എന്നുള്ള കാര്യം അവർ പറയും. എന്നെ കൊണ്ടുള്ള ഉപദ്രവം അനുഭവിക്കുന്നവന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. നമ്മുടെ വിചാരം നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല, ഉപദ്രവിക്കുന്നില്ല എന്നാണ്. തെറ്റാണത്. ഒരു വ്യക്തിയുടെ ഉപദ്രവം എത്രയുണ്ടെന്ന് അയാൾ സ്ഥിരമായി താമസിക്കുന്ന ആ കുടുംബാംഗങ്ങളോട് ചോദിക്കൂ. ഇത് ചോദിക്കാൻ പോകുന്നോ? ഒന്ന് വീട്ടിലൊന്ന് ചോദിച്ചു നോക്കണം. സാറിനെ കൊണ്ട് സാറിൻ്റെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടോ? അയ്യോ, അത്ര അങ്ങനെയൊന്നും പുറതി മുട്ടിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. അത് ഞാൻ സമ്മതിക്കത്തില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ജീവിച്ചാൽ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് സാരത്തെ ഗ്രഹിക്കണം. അതിന് സാരം എന്ന് പറയുന്നത് ആത്മതത്വമാണ്, ബ്രഹ്മമാണ്. അതിനെ എങ്ങനെയാണ് ഗ്രഹിക്കുക? മറ്റുള്ളതിൽ ഉള്ള പിടി വിടുക, മാനസികമായ ബന്ധം, അതായത് മനസ്സുകൊണ്ടുള്ള ഒട്ടൽ, അതിനെ ഉപേക്ഷിക്കുക. അത് തന്നെയാണ് വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വസ്തുദൃഷ്ടിഷു, സകല പ്രപഞ്ച ദൃശ്യങ്ങളിലും, ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ എന്നുള്ളതിൽ അവനവൻ്റെ ശരീരവും ഇന്ദ്രിയങ്ങളും പ്രാണനും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉൾപ്പെടും എന്നും ഓർമ്മിക്കുക. പുറമേയുള്ള ദൃശ്യങ്ങൾ മാത്രമല്ല, പ്രാപഞ്ചിക ദൃശ്യങ്ങളിൽ, മായാകാര്യങ്ങളിൽ ഒന്നിലും മനസ്സ് സംഘബദ്ധമാകരുത്. അങ്ങനെ മനസ്സ് ഇവയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന അവസ്ഥയാണ് വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം. അതിൻ്റെ വ്യാഖ്യാനവും കൂടെ വായിച്ചിട്ട് നിർത്താം. അതഹ പരമാപ്തതമോഹം ഇതി മദുക്തഃ പ്രഥമഃ സാരഃ സർവവസ്തുദൃഷ്ടിഷു വൈരാഗ്യലക്ഷണഃ സംഹ്രിയതാം സംഗൃഹ്യതാം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം ആപ്തനാണ്. ആപ്തൻ എന്ന വാക്കിന് അഭ്യുദയകാംക്ഷി, വെൽവിഷർ എന്നാണ് അർത്ഥം. വേറൊരാളുടെ നന്മ ആഗ്രഹിക്കുന്ന ആളെയാണ് അഭ്യുദയകാംക്ഷി എന്ന് പറയുന്നത്. മിക്കവാറും ആളുകൾ മറ്റുള്ളവർ നശിച്ചു പോകണം, മുടിഞ്ഞു പോകണം, തൊലഞ്ഞു പോകണം, ഇല്ലാതാവണം, അവൻ്റെ കുടുംബം കുളം തോണ്ടണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. മറ്റുള്ളവരുടെ ശ്രേയസ്, ക്ഷേമം, നന്മ ഇതാഗ്രഹിക്കുന്നവർ വളരെ അപൂർവമാണ്. ഞാൻ നിങ്ങളുടെ അങ്ങേയറ്റം ആപ്തനാണ്, പരമാപ്തതമഃ. നിങ്ങളുടെ അഭ്യുദയകാംക്ഷികളിൽ വെച്ച് ഒന്നാമനാണ് ഞാൻ. മറ്റുള്ളവരുടെ പേര് എൻ്റെ പേരിന് ശേഷമേ വരൂ. നിങ്ങളുടെ നന്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. മദുക്തഃ പ്രഥമഃ സാരഃ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കാനുള്ള ഒന്നാമത്തെ വഴി, ആദ്യത്തെ ഉപായം, സർവവസ്തുദൃഷ്ടിഷു വൈരാഗ്യലക്ഷണഃ. സകല പ്രപഞ്ച ദൃശ്യങ്ങളിലും വിരക്തരായി മാറൂ. വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യത്തെ വളർത്തിയെടുക്കൂ. ഒന്നിലും മനസ്സുകൊണ്ട് ഒട്ടിപ്പോകരുത്. എന്താണ് ഈ മനസ്സുകൊണ്ടുള്ള ഒട്ടിപ്പോകൽ? എൻ്റെ എന്ന വിചാരം. ആ ഒരൊറ്റ ഒട്ടലേ ഉള്ളൂ, എൻ്റെ. ഒന്നും എൻ്റെതല്ല എന്ന് തീരുമാനിച്ചാൽ നിങ്ങളെക്കാളും വലിയ വിരക്തൻ മറ്റാരുമില്ല. ഒന്നും എൻ്റെതല്ല. ആരുടേതെങ്കിലും ആയിക്കോട്ടെ. ചിലർ പറയും എല്ലാം ഭഗവാന്റെ ആണെന്ന് പറയും. ചിലർ പറയും എല്ലാം പ്രകൃതിയുടേതാണ് എന്ന് പറയും. ആരുടേതോ ആയിക്കോട്ടെ, എൻ്റെ അല്ല. ഇന്നലെ പറഞ്ഞ പോലെ ശംഖുമുഖം കടപ്പുറം എൻ്റെ അല്ല, ഹിമാലയം എൻ്റെ അല്ല, ചൂരൽമല എൻ്റെ അല്ല, അവിടെയുള്ള വീടും കുടുംബവും കുടുംബാംഗങ്ങളും ഒന്നും എൻ്റെ അല്ല
എന്ന് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയാൽ ഉരുൾപൊട്ടൽ സംഭവിക്കില്ല എന്നൊന്നും അർത്ഥമില്ല. പക്ഷെ നമ്മുടെ ജീവിതം ധന്യമാകും. വിഷയങ്ങളിൽ നിന്ന് വിരക്തനായിത്തീരണം. അങ്ങനെ ആ വൈരാഗ്യം എന്നുള്ള ഗുണവിശേഷത്തെയാണ് ആത്മജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം സമ്പാദിക്കേണ്ടത്. ആ വിരക്തിയോടുകൂടി ശ്രവണം ചെയ്യണം. വിരക്തനായി ആത്മതത്വത്തെക്കുറിച്ച് കേട്ടെങ്കിൽ മാത്രമേ ആത്മജ്ഞാനം സിദ്ധിക്കൂ. നമുക്ക് ഇവിടെ നിർത്താം. 50 ശ്ലോകമായി. തുടർന്നുള്ള ശ്ലോകങ്ങൾ അടുത്ത ശനിയാഴ്ച വരെ.